ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ബിസിനസ് സ്റ്റഡീസിൻ്റെ +1 ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ഓക്കെ, അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ബിസിനസ് ഫിനാൻസ് എന്താണെന്ന് പറയുന്നത് അല്ലേ. എന്താണ് ബിസിനസ് ഫിനാൻസ്? അപ്പം നമ്മൾ ബിസിനസ് ഫിനാൻസ് പറയുന്നതിന് മുന്നേ എന്താണ് ഫിനാൻസ് എന്ന് പറയണ്ടേ? അപ്പം സിംപ്ലി ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താ? മണി അല്ലേ, പൈസേനാണ് നമ്മൾ ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫിനാൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ദി ബിസിനസ് ആസ് ഇറ്റ് ഈസ് ദി ലൈഫ് ബ്ലഡ് ഓഫ് എ ഓർഗനൈസേഷൻ അല്ലേ. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട കാര്യം എന്താടാ? ഫിനാൻസ് ആണ്, പൈസയാണ്. അപ്പം പൈസയാണ് ഏതൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ, ഒരു ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പൈസ ആയിരിക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പൈസ ഇല്ലെങ്കിൽ അവിടെ നമുക്ക് ബിസിനസ് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റൂല. അതിന് വിത്തൗട്ട് അഡക്വേറ്റ് എമൗണ്ട് ഓഫ് ഫിനാൻസ് ആൻഡ് എൻ്റർപ്രൈസ് കനോട്ട് ഫങ്ഷൻ സ്മൂത്ത്ലി. അതായത് പൈസ ഇല്ലെങ്കിൽ നമുക്ക് എന്തില്ല, അല്ലെ ഫിനാൻസ് ഇല്ലെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് ബിസിനസ്സിലെ ഓരോ ഫങ്ഷൻസും, അത് ബിസിനസ്സിൽ ഓരോ ആവശ്യങ്ങളുണ്ടാവില്ലേ, ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അസറ്റ് വാങ്ങണം, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളിലേക്ക് നമുക്ക് എന്ത് വേണം? പൈസ നിർബന്ധമായിട്ട് വേണം. അപ്പം പൈസ ഇല്ലെങ്കിൽ സ്മൂത്തായിട്ട് നമുക്ക് ബിസിനസ് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പം പൈസേനെയാണ് അല്ലെ മണീനെയാണ് എന്ത് പറയുന്നത്? ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതാണ് ബിസിനസ് ഫിനാൻസ്. ഫിനാൻസ് എന്താണെന്ന് പറഞ്ഞു. അപ്പം ബിസിനസ് ഫിനാൻസ് എന്തായിരിക്കും? ബിസിനസ് ഫിനാൻസ് റെഫേഴ്സ് ടു ദി മണി ആൻഡ് ക്രെഡിറ്റ് ഇൻവെസ്റ്റഡ് ഓർ എംപ്ലോയ്ഡ് ഇൻ ദി ബിസിനസ് ഫേം. അതായത് ബിസിനസ് ഫേമിൽ ഉണ്ടാകുന്ന പൈസയോ അല്ലെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ആവട്ടെ, അല്ലെ ബിസിനസ്സിലേക്ക് നമുക്ക് എങ്ങനെയൊക്കെ ഒരു ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ബിസിനസ് ഫേം എന്ന് പറയുന്നത്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ അതായത് ബിസിനസ്സിന് ആവശ്യമായ ഫണ്ടിനെയാണ്, അതായത് ബിസിനസ്സിന് ചെയ്യാൻ വേണ്ടിയുള്ള ഫണ്ടിനെയാണ് എന്ത് പറയുന്നത്? ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദി അക്വിസിഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻ മീറ്റിംഗ് ദി ഫിനാൻഷ്യൽ നീഡ് ആൻഡ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസസ്. അതായത് ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ദി അക്വിസിഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ഇൻ മീറ്റിംഗ് ദി ഫിനാൻഷ്യൽ നീഡ്സ്. അതായത് ബിസിനസ്സിൽ ഒരുപാട് പൈസപരമായിട്ടുള്ള ഒരുപാട് ആവശ്യങ്ങളുണ്ടാവില്ലേ, ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ എന്താ ആൻഡ് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസസ്. ബിസിനസ്സിന് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവില്ലേ. ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്താ? ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലേ. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദി ബിസിനസ് എന്നാൽ പ്രോഫിറ്റ്. അങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും, അല്ല ഫിനാൻഷ്യൽ നീഡ്സ്, അതായത് നമുക്ക് എന്തായാലും സാലറി കൊടുക്കണം, അസറ്റ് വാങ്ങണം, അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് നമ്മുടെ ബിസിനസ്സിനുണ്ട്. അതൊക്കെ മീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ആവശ്യമാണ്? ഫിനാൻസ് ആവശ്യമാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഷോർട്ടാക്കി പറഞ്ഞാൽ ബിസിനസ് ഫിനാൻസ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ മണി. അത് ബിസിനസ് ഫിനാൻസ് എന്ന് വെച്ചാൽ മണി, ബിസിനസ് ചെയ്യാൻ ആവശ്യമായുള്ള പൈസയാണ് എന്ത് പറയുന്നത്? ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ്. ബിസിനസ് ഫിനാൻസിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക? ഒരു ബിസിനസ്സിൽ ഫിനാൻസ് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്താണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് റിക്വയർസ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താ? പൈസയാണല്ലേ. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ് എൻ്റർപ്രൈസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതുതന്നെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഫിനാൻസ് ഈസ് വെരി എസെൻഷ്യൽ ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആടെ പൈസ അല്ലെ ഫിനാൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആടെ ഒരു ബിൽഡിംഗ് വേണം, അസറ്റ് ഉണ്ടായിരിക്കണം, അതിൻ്റെ ആൾക്കാർക്ക് എംപ്ലോയീസിന് എന്ത് ചെയ്യണം? സാലറി കൊടുക്കണം, അങ്ങനെ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് ആണ് ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ്. ഒരു ബിസിനസ് ആവുമ്പം അവിടെ ഒരുപാട് ചിലവുകളുണ്ടാകും, ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാകും അല്ലെ. ദിവസേന നമുക്ക് എക്സ്പെൻസസ് കൂടിക്കൊണ്ടേയിരിക്കും. അത് നമുക്കെന്താ? ഒരു എക്സാമ്പിളായിട്ട് പറയും, ഇപ്പം അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, ആ എംപ്ലോയീസ് നമ്മൾ സാലറി കൊടുക്കണം. ഇനി അതൊരു പ്രൊഡക്ഷൻ കമ്പനിയാണെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽസ് വാങ്ങണ്ടേ. അതായത് ദിവസവും നമുക്ക് എന്ത് വാങ്ങണം? അതിനാവശ്യമുള്ള, അത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ, അതായത് റോ മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യണം. അത് പർച്ചേസ് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, അതുപോലെ തന്നെ
സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഡേ ടു ഡേ നമുക്ക് വാങ്ങണം. ആ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനും ഏറ്റവും അത്യാവശ്യം എന്താണ്? പൈസയല്ലേ? ഫിനാൻസാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്, ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ്. ഫിനാൻസ് ഈസ് വെരി എസെൻഷ്യൽ ടു മീറ്റ് ദി വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് ഓഫ് എ ബിസിനസ്. എന്താ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഡേ ടു ഡേ എക്സ്പെൻസസിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദിവസേന വരുന്ന ചെലവുകൾ മീറ്റ് ചെയ്യാനും എന്താവശ്യമാണ്? ഫിനാൻസ്, പൈസ ആവശ്യമാണ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ആണ്. ഫിനാൻസ് ഈസ് റിക്വയർഡ് ടു മോഡേണൈസ്, എക്സ്പാൻഡ് ആൻഡ് ഡൈവേഴ്സിഫൈ ബിസിനസ്. നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതിന് എന്തിനായിരിക്കും? വളരാൻ വേണ്ടിയിട്ടായിരിക്കും. പ്രോഫിറ്റ് കിട്ടണം. പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് വളരണം, അല്ലെ ഗ്രോത്ത് ചെയ്യണം. അപ്പം ഗ്രോത്ത് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് ഒരുപാട് കോ ആക്ടിവിറ്റി ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ്. അങ്ങനെ നമ്മൾ ആ ബിസിനസ്സിന് പരസ്യം കൊടുക്കണം. പരസ്യം കൊടുക്കണമെങ്കിൽ അവിടെ എന്ത് വേണടാ? പൈസ വേണം. പരസ്യം കൊടുത്താൽ നമ്മളെ പ്രൊഡക്റ്റ് റീച്ച് ആവുകയും നമ്മുടെ പ്രൊഡക്റ്റ് വേറെ ഒരാൾ വാങ്ങുകയും ചെയ്യും. അങ്ങനെ നമ്മളെ കമ്പനി എന്ത് ചെയ്യും? എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ വളരും. പക്ഷേങ്കിൽ വളരണമെങ്കിൽ ആടാ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യണം. ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ടുള്ള അനദർ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ബിസിനസ് വളരും. പക്ഷേങ്കിൽ അതിന് ഏറ്റവും ആവശ്യമായത് എന്താ? പൈസയാണ്, ഫിനാൻസാണ് ആവശ്യം. ദെൻ ലാസ്റ്റ് പോയിന്റ് ആണ് ടു ബൈ ഫിക്സ്ഡ് അസറ്റ്. ഫിനാൻസ് ഈസ് റിക്വയർഡ് ടു ബൈ ദി ഫിക്സ്ഡ് അസറ്റ് ഇൻ ബിസിനസ്. നമ്മളൊരു ബിസിനസ് നടത്തുമ്പോൾ അവിടെ നമുക്ക് ഒരുപാട് മിഷനറി വാങ്ങണം, അല്ലേ? മിഷനറി വാങ്ങണം, അല്ലെ ഫർണിച്ചർ വാങ്ങണം, ലാൻഡ്, ബിൽഡിംഗ്, അതൊക്കെയാണ് ഒരു അസറ്റ് എന്ന് പറയുന്നത്. ഈ അസറ്റ് മീറ്റ് ചെയ്യാനും അല്ലെ ഈ അസറ്റ് വാങ്ങാനും ഏറ്റവും ആവശ്യം എന്താണ്? പൈസ തന്നെയാണ്. അതായത് നമ്മൾ ഈ ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യണമെങ്കിൽ ആടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ കയ്യിൽ വേണ്ട എന്താ സാധനം? പൈസയാണ് വേണ്ടത്. അപ്പം ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ടു ബൈ ഫിക്സ്ഡ് അസറ്റ്. ബിസിനസ് ചെയ്യുമ്പം ആടെ ഒരുപാട് അസറ്റ്സ് വാങ്ങേണ്ടി വരും. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങണം, മിഷനറി വാങ്ങണം, ഫർണിച്ചർ വാങ്ങണം, അങ്ങനെ ഒരുപാട് അസറ്റ് വാങ്ങണം. ആ അസറ്റ് മീറ്റ് ചെയ്യാനും പൈസ വളരെ അത്യാവശ്യമാണ്. ഇത്രയാണ് എന്ത്? സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ബിസിനസ് ഫിനാൻസും സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ഫിനാൻസും ആണ്. അപ്പോൾ എന്താ ബിസിനസ് ഫിനാൻസ് പറഞ്ഞത്? ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് റെഫേഴ്സ് ഓഫ് മണി, പൈസേനാണ്. അതായത് ബിസിനസ്സിന് ആവശ്യമായുള്ള പൈസ, ബിസിനസ്സിൽ ഉണ്ടാകുന്ന പൈസേനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൽ ഒരുപാട് എക്സ്പെൻസസ് ഉണ്ടാകും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വാങ്ങാനുണ്ടാകും. അപ്പോൾ ബിസിനസ്സായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് പൈസ ആവശ്യമാണ്. ആ പൈസേനെയാണ് എന്ത് പറയുന്നത്? ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. ദെൻ സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ഫിനാൻസ് ആണ് പറഞ്ഞത്. പിന്നെ ഫസ്റ്റ് വൺ, ഇറ്റ് റിക്വയർസ് ടു സ്റ്റാർട്ട് എ ബിസിനസ്. അതായത് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് ഫസ്റ്റ് വേണം? പൈസ വേണം. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സ്റ്റാർട്ടപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ദെൻ സെക്കൻഡ് വൺ, ടു മീറ്റ് ഡേ ടു ഡേ എക്സ്പെൻസസ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അവർ ദിവസേന എന്തുണ്ടാവും? ഒരുപാട് ചിലവുകളുണ്ടാവും, അല്ലേ? വേജസ് കൊടുക്കണം, സ്റ്റേഷനറി വാങ്ങണം, ഓർ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ചിലവുകളുണ്ടാവും. ആ ചിലവുകൾ നികത്താൻ നമുക്ക് എന്ത് വേണം? പൈസ അത്യാവശ്യമാണ്. ദെൻ തേർഡ് വൺ, ടു മോഡേണൈസ്, എക്സ്പാൻഡ് ആൻഡ് ഡൈവേഴ്സിഫൈ ബിസിനസ്, അല്ലേ? ബിസിനസ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താ? ടു ഗ്രോത്ത് ഓർ എക്സ്പാൻഡ് ആണ്. അങ്ങനെ എക്സ്പാൻഡ് ആവുമ്പോൾ നമ്മൾ ഇന്നോവേറ്റീവായ കാര്യങ്ങൾ ചെയ്യണം. ഇന്നോവേറ്റീവായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഫിനാൻസ് അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണം, ഓർ ടെക്നോളജിക്കലായ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എന്ത് അത്യാവശ്യമാണ്? പൈസ അത്യാവശ്യമാണ്. അപ്പോൾ അതാണ് തേർഡ് പോയിന്റ്, ടു മോഡേണൈസ്, എക്സ്പാൻഡ് ആൻഡ് ഡൈവേഴ്സിഫൈ ബിസിനസ്. ഓക്കെ. ദെൻ ഫോർത്ത് പോയിന്റ്, ടു ബൈ ഫിക്സ്ഡ് അസറ്റ്. ഒരു ബിസിനസ് എൻ്റർപ്രൈസ് ഫോം ചെയ്യുമ്പോൾ ആടെ അസറ്റ് എന്തായാലും വേണമല്ലോ. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ടായിരിക്കണം, ഫർണിച്ചർ ഉണ്ടായിരിക്കണം, മിഷനറി ഉണ്ടായിരിക്കണം. അതൊക്കെ വാങ്ങാൻ എന്താണ്? ഫിനാൻസ് ഈസ് നെസസറി. ഓക്കെ, അതാണ് ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്.